നമസ്കാരം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ലോകത്തിന്റെ പല കോണുകളിലുമുള്ള വിവരങ്ങൾ തപ്പി കണ്ടുപിടിച്ച അതിനായുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്ന ഒരു ചാരസംഘടന എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകും. ഇന്ത്യക്കാണെങ്കിൽ റോ, അമേരിക്കയ്ക്കാണെങ്കിൽ CIA ഒക്കെ പോലെ സ്വന്തം കാര്യം നോക്കുന്നതിനായി എന്തും ചെയ്യാമെന്ന നയം വെച്ച് പുലർത്തുന്ന അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളെക്കാൾ വമ്പൻ കഥകളുള്ള മറ്റൊരു ചാരസംഘടനയുണ്ട്. ലോക പ്രശസ്തമായ ഇസ്രായേലിന്റെ മൊസാദ്. അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയോടും ബ്രിട്ടന്റെ MI6നോടും കിടപിടിക്കുന്ന ലോകത്തിലെ പ്രമുഖ ചാരസംഘടനയാണിത്. 1951 ഏപ്രിലിൽ രൂപവൽക്കരിച്ച ഈ സംഘടനയുടെ ആസ്ഥാനം ടെൽ അവീവാണ്. മൊസാദിന്റെ അംഗങ്ങളിൽ പലരും ഇസ്രായേൽ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിച്ചവരും അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമാണെങ്കിലും ഇതൊരു സൈനിക സ്ഥാപനമല്ല. ശത്രുക്കൾക്കെതിരെ തീവ്രമായ ആക്രമണങ്ങൾ നടത്തുന്നതിൽ മൊസാദിനെതിരെ പലപ്പോഴും വിമർശനങ്ങൾ ഉയരാറുണ്ട്. പലതരം ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ എന്നിവയൊക്കെ അതിക്രൂരമായാണ് ഇസ്രായേൽ നടപ്പാക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അന്തർദേശീയ നിയമങ്ങൾ ലംഘിക്കുന്നതിനും മൊസാദ് പലതവണ ആരോപണം നേരിട്ടിട്ടുണ്ട്. ഹമാസ് സൈനിക കമാൻഡറായ മഹ്മൂദ് അൽ മഫൂ 2010 ജനുവരി 19 ദുബായിൽ ഒരു ഹോട്ടലിൽ കൊല ചെയ്യപ്പെട്ടതിന് പിന്നിലും ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് ആണെന്ന സംശയങ്ങൾ ശക്തമാകുന്നുണ്ട്. ആ മൊസാദ് ലെമോദി ഇൻ ഉലെ തഫ്കിദിം മെയുഹാദിം എന്നതാണ് മൊസാദിന്റെ ഇസ്രായേലി നാമം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇത് അറിയപ്പെടുന്നത്. ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ രഹസ്യാന്വേഷണ മുറകൾ നടപ്പാക്കിയതിൽ ഇസ്രായേൽ ചാര സംഘടനയുടെ പങ്ക് വളരെ വലുതാണ്. രഹസ്യ വിവരശേഖരണം, രഹസ്യ ഓപ്പറേഷനുകൾ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം എന്നിവയൊക്കെയാണ് മൊസാദിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമകൾ. ഇതിനായി എന്ത് കടുത്ത തീരുമാനങ്ങളും മൊസാദ് കൈക്കൊള്ളും. ആഗോള വ്യാപകമായി 35,000 രഹസ്യ ഏജന്റുമാരാണ് മൊസാദിനായി ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. പലരും ആ ഒരു ഐഡന്റിറ്റിയിലായിരിക്കില്ല അറിയുന്നത്. ഇസ്രായേലിനെ നാണം കെടുത്തുകയും സഖ്യകക്ഷികളെ നിരാശരാക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുകയും ചെയ്ത നിരവധി പ്രവൃത്തികൾ മൊസാദിന്റെ ചരിത്രത്തിൽ ഉണ്ട്. പക്ഷേ അമേരിക്കൻ മാധ്യമമായ CBSൽ വന്ന മൊസാദ് ചാരന്മാരുടെ ചില വെളിപ്പെടുത്തലുകളാണ് സത്യത്തിൽ മൊസാദിന്റെ മുഖം വെളിച്ചത്ത് കൊണ്ടുവന്നത്. പൊട്ടിത്തെറിക്കുന്ന പേജറുകളും വോക്കി ടോക്കികളും ഉപയോഗിച്ച ലെബനനിലെയും സിറിയയിലെയും ഹിസ്ബുള്ള പ്രവർത്തകരെ ലക്ഷ്യമിട്ട വർഷങ്ങളായി ഇസ്രായേലിൽ നടന്നിരുന്ന രഹസ്യ ഓപ്പറേഷനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇസ്രായേലി രഹസ്യ ഇന്റലിജൻസ് ഏജന്റുമാർ വെളിപ്പെടുത്തിയത്. 2024 സെപ്റ്റംബർ 17 ആദ്യ സ്ഫോടന പരമ്പര ഉണ്ടാകുന്നത്. സിറിയയിലും ലെബനനിലും കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച പേജറുകൾ അന്ന് 12 പേരുടെ ജീവനാണ് എടുത്തത്. 3000-ഓളം പേർക്ക് പരിക്കേറ്റു. അന്ന് തന്നെ ഈ ആക്രമണം നടത്തിയതിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഉറപ്പായിരുന്നു. ആക്രമണങ്ങൾ നടന്ന് 2 മാസത്തിന് ശേഷം നെതന്യാഹു അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി മൊസാദിന്റേത് തന്നെയാണെന്നതാണ് പറയപ്പെടുന്നത്. അതിനുശേഷമായിരുന്നു വോക്കി ടോക്കി സ്ഫോടനവും നടന്നത്. കിഴക്കൻ ലെബനനിലെ സൗമോ പട്ടണം, ബെക്കാവാലി തുടങ്ങിയ വിവിധ ഇടങ്ങളിലായിരുന്നു സ്ഫോടനം നടന്നത്. 71 വീടുകളിലാണ് അന്ന് തീപിടുത്തമുണ്ടായത്. മൊസാദിന് മുകളിൽ ഒന്നിനും സ്ഥാനമില്ല. അതായത് മൊസാദിനെ നിയന്ത്രിക്കാനോ മൊസാദിന്റെ മേൽ തീരുമാനങ്ങൾ എടുക്കാനോ മറ്റാരുമില്ല എന്ന് മാത്രമല്ല, മൊസാദിന്റെ തീരുമാനങ്ങൾക്ക് എതിരഭിപ്രായങ്ങളും ഇല്ല. ഇസ്രായേലിനുള്ളിൽ ഡീപ് സ്റ്റേറ്റ് എന്നാണ് മൊസാദിനെ വിശേഷിപ്പിക്കാറുള്ളത്. അതായത് എല്ലാ അധികാരത്തോടെയും ഇസ്രായേലിനുള്ളിൽ നിലകൊള്ളുന്ന മറ്റൊരു കുഞ്ഞൻ രാജ്യമായി തന്നെ ഇസ്രായേലിന്റെ ഈ ചാര സംഘടനയെ വിശേഷിപ്പിക്കാം. $2.73 ബില്യൺ മൊസാദിന്റെ ശരാശരി പ്രതിവർഷ ബജറ്റ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി മാത്രമേ മൊസാദിന് നേരിട്ട് ബന്ധമുള്ളൂ. ലോകത്തിന്റെ പല കോണുകളിലുമായുള്ള മൊസാദിന്റെ ചാരക്കണ്ണുകൾ പല ആഭ്യന്തര കാര്യങ്ങൾ പോലും ആ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിൽ എത്തിയിരിക്കും. മൈക്കൽ, ഗബ്രിയേൽ എന്നീ പേരുകളിൽ CBS അവതരിപ്പിച്ച ആ ചാരന്മാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നെഞ്ചത്തേറ്റ ചവിട്ടുകൂടിയായിരുന്നു. രാജ്യം വരെ നിരസിച്ച പല കാര്യങ്ങളും ഇരുവരും തുറന്ന് സമ്മതിച്ചിരുന്നു. മൊസാദിന്റെ ഓപ്പറേഷനുകളെ ഭൂരിപക്ഷ ലോകവും വാഴ്ത്തിപ്പാടുമ്പോൾ ഇതിനെതിരെ നിലകൊള്ളുന്നവരും ഒരുപാടുണ്ട്. മനുഷ്യാവകാശ സംഘടനകളെല്ലാം തന്നെ മൊസാദിനെന്നും എതിരെ നിൽക്കുന്നവർ കൂടിയാണ്.